അടൂർ മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഹോം കെയർ സർവീസിന് പോവുകയാണ്. നമ്മുടെ ഉള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ള ഇർഫാനിയാണ് നമ്മുടെ താരമാണ് നാട്ടിൽ. ഇപ്പം +2-ന് ഇർഫാനിക്ക് ഫുള്ള് A+ കിട്ടിയിരിക്കുകയാണ് അല്ലേ. അതിനോടൊപ്പം തന്നെ ബാലസംഘത്തിൻ്റെ ഭാരവാഹിയാണ്. ഈ ആംബുലൻസ് സർവീസ് ഇർഫാനെ സൗജന്യമായിട്ടാണ് തൻ്റെ പഠനത്തിനിടയ്ക്കും വന്ന് ഈ ട്രസ്റ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇർഫാനി ആദ്യം തന്നെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. +2-ന് കിട്ടിയിരിക്കുകയാണല്ലേ, വലിയ സന്തോഷത്തിലായിരിക്കും. അതിനിടയ്ക്കാണ് ഈ വണ്ടി ഓടിക്കുന്നത് കൂടി അല്ലേ. എന്താണ് ഇങ്ങനെ ഒരു വാഹനം ഓടിക്കാനുള്ള കാരണം? കാരണം അച്ഛൻ എപ്പോഴും സോഷ്യൽ സർവീസാണ്. അപ്പോൾ എനിക്കും അത് കണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. +2-ന് സ്കൂളിലെ കൊമേഴ്സ് വാദ ടോപ്പറും അല്ലേ. ഇനി എന്താകാൻ ആഗ്രഹങ്ങൾ? ഇനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹം. അപ്പോൾ ഇർഫാനയുടെയും വിശേഷങ്ങൾ അറിയണം. അതുപോലെ ഹോം കെയർ, ഈ മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹോം കെയറിനെ പറ്റി നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഒരു വീട്ടിലേക്ക് പോകല്ലേ ചേച്ചി, നമുക്കെങ്കിൽ പോയേക്കാം. ഓക്കെ, അപ്പോൾ ഇർഫാനിൽ പോയുള്ള യാത്രകളാണ് നമ്മൾ. വീടെത്തിയേ. വേദനയുണ്ടോ? ഗുളിക വല്ലതും കഴിക്കുന്നുണ്ടോ? തുടങ്ങി. കുഴപ്പമില്ല. 141. അമ്മ ഇവര് വരാറുണ്ടോ? മാസത്തിൽ 2 വട്ടം വരൂല്ലേ. സന്തോഷമാണോ ഇവര് വരുന്നത്? ആണോ? ആശ്വാസമാണോ? മോളെ പോലാണോ? എൻ്റെ മക്കളെ പോലെ. ഇർഫാനുടെയും രജനിയുടെയും ഒക്കെ ഹോം സർവീസ് തുടരുകയാണ്. ഈ എത്ര തവണയാണ് ഒരു വീട്ടിലേക്ക് ഒരു മാസം വരുന്നത്? നമ്മൾ 2 തവണ. ഒരു ആശ്വാസമാണ് വീട്ടുകാർക്ക്. അവർക്കൊരു വലിയ ആശ്വാസമാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷം നമ്മൾ ചെല്ലുമ്പോൾ. എത്ര വീടുകൾ നമ്മൾ സർവീസ് നടത്തുന്നത്? ഞങ്ങൾ ഒരു ദിവസം ഒരു 32-37 വീട് കയറും അല്ലേ. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായി ചെയ്യുന്നത്? അവർക്ക് സമയത്തിന് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ അത് എടുത്തു കൊടുക്കും. പിന്നെ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ട്യൂബ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ അവരുടെ ഷുഗർ നോക്കണം, പ്രഷർ നോക്കണം, എന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇർഫാനിയും തുടരുകയാണ്. ഇർഫാനിയ, ഞങ്ങൾ കണ്ടു ഒരു വലിയ സർവീസാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ. ഇർഫാനിയുടെ നമ്മൾ ആദ്യം +2-ൻ്റെ വിജയം പറഞ്ഞു അല്ലേ. ഈ ഡ്രൈവിങ്, ഇപ്പോൾ ആംബുലൻസ് സർവീസ് ഇല്ലേ, ആംബുലൻസ് ഫ്രീ ആയിട്ടാണോ ഓടിച്ചു കൊടുക്കുന്നത്? അതെ. ആണോ? എങ്ങനെയാണ് ഈ സൗജന്യമായിട്ട് ആംബുലൻസ് ഓടിച്ചു കൊടുക്കുന്നതിലേക്ക് എത്തുന്നത്? ആരാണ് പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് പോകുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോകുന്നെന്ന്. ഇർഫാനയുടെ ഒപ്പം നമ്മൾ വന്നപ്പോഴേ നല്ല ഡ്രൈവിങ് കേട്ടോ. വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നതിലും എല്ലാം നല്ല പക്വതയോടെ ഡ്രൈവ് ചെയ്യുന്നല്ലേ, വളരെ ആയിട്ട്. ഈ ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കുന്നത്? ആരാ, അച്ഛനാണോ പഠിപ്പിച്ചത്? എങ്ങനെയാണ്? അച്ഛനാണ് പഠിപ്പിച്ചത്. ചെറുപ്പിലെ തൊട്ടേ തരുമായിരുന്നു. ചെറുതിലെ തൊട്ടേ വണ്ടി തന്ന് പഠിപ്പിച്ച് പിന്നെ 18 വയസ്സായപ്പം ലൈസൻസ് ആയപ്പോഴേ. വീട്ടിലെ വാഹനമൊക്കെ ഓടിക്കും. ഈ ആംബുലൻസ് ഓടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നത്? ആദ്യം പേടി ഉണ്ടായിരുന്നതോ ഇഷ്ടമായിരുന്നോ? എക്സൈറ്റ്മെന്റ് ആയിരുന്നു, നല്ല ഇഷ്ടമാണ്. പിന്നെ ഓടിച്ചു തുടങ്ങിയപ്പം പിന്നെ അതൊരു സർവീസായി. മീൻസ് ഇപ്പം മദർ തെരേസയുടെ അതിന് പോകുന്ന, എല്ലാവരെയും കാണുന്ന, പിന്നെ അവരോട് സംസാരിക്കുന്ന, പിന്നെ ചേച്ചിയും ഞാനും കൂടെ പോകുന്നത്. അപ്പോൾ ചേച്ചിയും ഞാനും നല്ല ബോണ്ടായിട്ടാണ് പോകുന്നത്. അപ്പം അതിലും മീൻസ് ഒഴിവ് സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഒരു ആശ്വാസവും. ഈ നിങ്ങൾ ഈ +2 പഠിക്കുവാണല്ലോ, അപ്പം 18 വയസ്സ് കഴിഞ്ഞു അല്ലേ. സാധാരണ നിങ്ങളെപ്പറ്റി 2K കിഡ്സ് എന്നൊക്കെയാണ് ഇപ്പം പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അല്ലേ. 2K കിഡ്സ് ഒക്കെ മൊബൈലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു മാതൃക, അല്ലെങ്കിൽ സെൽഫായിട്ട് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് ഒഴിവ് സമയം കിട്ടുമ്പം ഈ മൊബൈൽ ഫോണിലും അല്ലാതുള്ള കാര്യങ്ങളിലും സമയം കളയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുമ്പം അത് മറ്റുള്ളവർക്ക് സഹായമാവും. ഇർഫാനി എവിടെയാണ് പഠിച്ചത്? ഞാൻ അടൂർ ബോയ്സിലാണ് പഠിച്ചത്, അടൂർ ഗവൺമെൻറ് ബോയ്സിൽ. അപ്പം ഈ +2 ഫലം വന്നു, ഫുൾ A+ ഇർഫാനിക്ക് കിട്ടി. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനി ഇപ്പോൾ BCom IGNOU യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ACCAക്ക് പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും. പോകരുത്. നമുക്ക് ഇപ്പം ഈ CPM-ൻ്റെ അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ ഉടമസ്ഥയിലാണ് ഈ മദർ തെരേസ പാലിറ്റീവ് കെയർ പ്രവർത്തിക്കുന്നത്. ഇപ്പം DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും CPM-ൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെ നേതാവ് കൂടിയായിരിക്കുന്ന അനസ് കൂടെ ചേരുന്നുണ്ട്. അനസെ, ഈ വലിയൊരു സേവനമാണ് ഇപ്പം അടൂർ മദർ തെരേസ പാലിറ്റീവ് കെയർ നടത്തുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇർഫാനിയെ പറ്റി പറയാം. ഈ മോളുടെ ഒരു പ്രവർത്തനം, ബാലസംഘത്തിൻ്റെയൊക്കെ സജീവ പ്രവർത്തകയാണ്. ബാലസംഘത്തിൽ മാത്രമല്ല, DYFIയുടെ കണ്ണങ്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹി കൂടെയാണ് ഇർഫാനിയ. അപ്പം വളരെ കൊച്ചുനാൾ ബാലസംഘത്തിൻ്റെ പ്രവർത്തകയായി വന്ന് ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അയ്യൂബ് കുരുവിള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കൊച്ചുനാൾ മുതൽ
ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോഴാണ് ഈ മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റി നമ്മുടെ വീട് വീടാന്തരം കയറി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ ദിവസവും 30 ദിവസവും ഓരോ മേഖലയ്ക്കകത്ത് 2 ദിവസം വീതം എല്ലാ വീടുകളിലും കയറി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്ന പരിപാടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് രോഗികൾക്ക് വലിയ ആശ്വാസമാണ് എന്ന്. അപ്പോൾ ആദ്യ കുട്ടി ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം പിതാവിൻ്റെ നിർബന്ധം ഒരു ദിവസം പാലിയേറ്റീവ് കെയറിൻ്റെ വാഹനത്തിൽ ഡ്രൈവർ ഇല്ലാതെ എന്നൊരു വരുന്ന സാഹചര്യം വന്നു. അപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന അയ്യൂക്കുള്ള മകളെ വിളിച്ചിട്ട് ഈ ആംബുലൻസ് ഓടിക്കുവാൻ ഈ കിടപ്പ് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു രോഗിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആദ്യം ഏൽപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ആ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിക്കുന്നതും ഈ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ അഭിമാനമാണ്. കാര്യം പഠിത്തത്തിൽ പോലും വലിയ മാർക്കും എല്ലാ പ്ലസ് ടുവിന് മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥി. ഇപ്പം നേരത്തെ നമ്മൾ പറയും ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ മൊബൈൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാം കാണാം. പക്ഷേ പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഇത്തരം രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സാഹചര്യം ഒരു മനസ്സുണ്ടാകുന്ന പെൺകുട്ടി നമുക്ക് അഭിമാനമായി, നമ്മുടെ നാടിന് അഭിമാനമാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച്. തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് അർഫാനിയ ഉള്ളത്. അർഫാനിയുടെ പിതാവൂടെ ചേരുന്നുണ്ട്, സ്ഥലത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ നിൽപ്പുണ്ട്. വലിയ സന്തോഷമാണല്ലേ? തീർച്ചയായിട്ടും നല്ലത്. നമുക്ക് അഭിമാനിക്കാവുന്നൊരു വിഷയമാണ്. ആ കുട്ടി 18 വയസ്സായപ്പോൾ അതിനെ രോഗികളെ പരിചരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും വേണ്ടി സ്വയം മനസ്സ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഈ അനസ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഒരു ദിവസം ഡ്രൈവർ ഇല്ലാതെ വന്നപ്പോഴാണ് മകളെ വിളിക്കുന്നത് അല്ലേ? ആംബുലൻസ് ഒക്കെ ഓടിക്കാൻ വേണ്ടി മകളെ വിളിക്കുക, അത്ര കോൺഫിഡൻസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കാറുണ്ട് ആളില്ലാത്ത സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം ആളില്ലാത്തൊരു അവസ്ഥ വന്നു. വളരെ അത്യാവശ്യമായിട്ട് ഹോം കെയർ നടത്തേണ്ട ഒരു സന്ദർഭം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോളെ വിളിച്ചു. അപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു അനസ് പറഞ്ഞ പോലെ. അപ്പം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേരെ വന്ന് മോളെ വിളിച്ചു പറയുകയാണ്. അവളപ്പം വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് ആംബുലൻസ് എടുത്തുകൊണ്ട് അന്ന് തൊട്ട് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ ഈ സംരംഭം CPM-ൻ്റെ അടൂർ ഏരിയ കമ്മിറ്റിയുടെ CPM അടൂർ ഏരിയ കമ്മിറ്റിയുടെ സംരംഭമാണിത്. അതുകൂടാതെ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുന്നവരും നല്ല ആത്മവിശ്വാസം കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. PB ഹർഷകുമാർ ചേട്ടനായാലും അതുപോലെ തന്നെ TD ബൈജു സഖാവായാലും അതുപോലെ അഡ്വക്കേറ്റ് എസ് മനോജ്, ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് എസ് മനോജ് CPM-ൻ്റെ അടൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഭയങ്കരമായിട്ട് നിരന്തരം ഫോണിൽ വിളിക്കുകയും മോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും വളരെ മാതൃകയാണ്. ഇപ്പം മാർച്ചിലെ എക്സാം പ്ലസ് ടുവിൻ്റെ എക്സാം നടന്നൊരു സമയത്ത് നമ്മുടെ പയ്യന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കിടപ്പായിരുന്നു, പറ്റാത്ത അവസ്ഥയാണ്. അന്ന് ഈ കുട്ടിയാണ് അവരെ ആ പയ്യനെ പരീക്ഷയ്ക്ക് വേണ്ടി ആംബുലൻസിൽ കൊണ്ടുപോയത്. SLC +1 പരീക്ഷയ്ക്ക് 3-4 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആ 4 പരീക്ഷയ്ക്ക് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ സ്കൂളിൽ പരീക്ഷ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയത്. പ്ലസ് ടു വിദ്യാർത്ഥി തന്നെ അപകടം പറ്റും, പ്ലസ് ടു വിദ്യാർത്ഥി തന്നെ സഹായകരമായി എത്തുന്നു. ഇപ്പോൾ അർഫാനോട് വീട്ടിലേക്കാരോട് ചോദിക്കണമല്ലോ, അപ്പോൾ അച്ഛനെ പരിചയപ്പെടുത്തി വീട്ടിൽ മറ്റംഗങ്ങളൊക്കെ? അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ടല്ലേ? അമ്മയൊക്കെ സപ്പോർട്ടാണോ? ആണ്. അതെ, അമ്മ സപ്പോർട്ടിൽ നടക്കൂലേ? അമ്മ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അവിടുത്തെ. അച്ഛൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇനി മറ്റൊരു പേരോടെ അർഫാനിയ ബാലസംഘത്തിൻ്റെ മേഖല ജോയിന്റ് സെക്രട്ടറി. DYFയുടെ യൂണിറ്റ് ഈ പാർട്ടിയും ഗ്രൂപ്പ് അംഗത്തിൽ ചേർത്തോ? അതിലേക്കായിട്ടില്ലല്ലേ? അപ്പം അർഫാന ഒരു കാര്യമുണ്ട്, ഒരു സന്ദേശങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ ഈ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ കുട്ടികളുടെ പഠനം ഉഴപ്പെന്ന് പറയും അല്ലേ? അർഫാനയുടെക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല അല്ലേ? അത് പൊതുപ്രവർത്തനം പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സഹായിക്കുമായിരുന്നു ചെയ്യുന്നത്. കാരണം ഒഴിവു സമയങ്ങളിൽ ഇപ്പം ക്ലാസ്സിന് പോയിട്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ ക്ലാസ് കഴിയും, പിന്നെ ശനിയും ഞായറും ഹോം കെയറിന് വരും. അപ്പോഴും നമുക്ക് ഫോണിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഫോണിൽ ഇൻവോൾവ് ആവാതിരിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അർഫാനയുടെ ഭാവി ആഗ്രഹം? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. എന്തായാലും സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ അവസാനം ചോദിച്ച കാര്യം തന്നെയാണ്. സാധാരണ ഈ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ പഠനത്തിലൊക്കെ കുഴപ്പമെന്നൊക്കെ ചില ആളുകളെങ്കിലും പറയാറുണ്ട്. അതൊന്നുമല്ല. മാത്രം നല്ല മാതൃകാ കുടുംബം, അവർ രാഷ്ട്രീയ ജീവൻ നയിക്കും, മകളെയും നന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ അടൂർ മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ ഹോം കെയർ സർവീസും അവിടെ ഇത് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, ലാബുണ്ട്, ഒട്ടനവധി പ്രവർത്തനം. അതിലേക്ക് പിന്നീട് നമുക്ക് വാർത്തയിലേക്ക് വരാം. എന്തായാലും ഈ രണ്ടു പേർക്കും, അർഫാനിക്കും ഒപ്പം തന്നെ പ്രവർത്തിക്കുന്ന ചേച്ചിക്കും അവരുടെ സർവീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ മാതൃകാപരമായ ഒരു സർവീസാണ്. നിങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.